നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നെന്മാറയിലെ ഇരട്ടക്കൊലപാതക കേസിന്റെ യഥാർത്ഥ ഉത്തരവാദികൾ പോലീസും സർക്കാരുമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അനാഥരായ കുട്ടികളെ സർക്കാർ ദത്തെടുക്കണമെന്നും ചെന്നിത്തല. കുമ്പള ആരിക്കാടി കോട്ടയിലെ നിധിവേട്ട. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJPയുടെ പ്രതിഷേധം. പുരാവസ്തു വകുപ്പ് അന്വേഷണം നടത്തണമെന്നും ആവശ്യം. ആരിക്കാടി കോട്ടയിലെ നിധിവേട്ട. മുജീബ് കമ്പ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് SDPI രംഗത്ത്. പ്രതിഷേധ മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. ക്ഷേത്രങ്ങൾ കുത്തിത്തുറന്ന് കവർച്ച നടത്തുന്നതിൽ കുപ്രസിദ്ധനായ ഗൂഡിനബെള്ളി മുഹമ്മദ് റഫീഖ് അറസ്റ്റിൽ. നീർച്ചാൽ മാന്യ അയ്യപ്പ ക്ഷേത്രത്തിലെ കവർച്ചാ കേസിലാണ് അറസ്റ്റ്. നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ സർക്കാർ വാഗ്ദാനം നടപ്പിലായില്ല. ആശുപത്രികൾക്കും മരിച്ചവരുടെ ആശ്രിതർക്കും ആംബുലൻസുകൾക്കും പണം നൽകിയില്ല. നിക്ഷേപക തട്ടിപ്പെന്നാരോപിച്ച് LDF തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി ഇരകളുടെ സംഗമം നടത്തി. അഡ്വക്കേറ്റ് C. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. നെന്മാറയിലെ ഇരട്ടക്കൊലപാതക കേസിന്റെ യഥാർത്ഥ ഉത്തരവാദികൾ പോലീസും സർക്കാരുമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കുടുംബവും നാട്ടുകാരും പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിക്കാത്തത് തികഞ്ഞ അനാസ്ഥയാണ്. കൊല്ലപ്പെട്ട സുധാകരന്റെ പെൺമക്കളായ അഖിലയെയും അതുല്യയെയും സർക്കാർ ദത്തെടുക്കണമെന്നും ചെന്നിത്തല കാസർഗോട്ട് ആവശ്യപ്പെട്ടു. ബ്രൂവറി വിവാദത്തിൽ CPIയുടെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നതായും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. നെന്മാറയിൽ നടന്ന ഇരട്ടക്കൊലപാതകത്തിൻ്റെ പരിപൂർണമായ ഉത്തരവാദി പോലീസുകാരാണ്. ജയിലിൽ നിന്നിറങ്ങിയ പ്രതി ആ കുടുംബത്തിലെ മറ്റുള്ളവരെ കൊലപ്പെടുത്തുമെന്നുള്ള ഭീഷണി നിലനിന്നിരുന്നു. ആ ഭീഷണി ഉണ്ടായ സാഹചര്യത്തിൽ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു, നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതായിരുന്നു. അങ്ങനെ നിയമ നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ അയാളുടെ ജാമ്യം റദ്ദാക്കുമായിരുന്നു. അപ്പോൾ കൊലപാതകം നടത്തുമെന്നുള്ള ഭീഷണി ഉണ്ടായിട്ട് പോലും പരോളിൽ ഇറങ്ങിയ പ്രതിയുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കാൻ തയ്യാർ പോലീസിൻ്റെ നടപടി കൊണ്ടാണ് ഇരട്ട കൊലപാതകം ഈ പ്രതി ചെയ്തത്. ഇപ്പോൾ കേരളത്തിൽ കൊലപാതകങ്ങളുടെ ഒരു പരമ്പര തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രമസമാധാന നില അനുദിനം തകർന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യർക്ക് സ്വൈര്യമായി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. നെന്മാറയിൽ പരോളിലിറങ്ങിയ പ്രതിയാണ് ഇരട്ടക്കൊലപാതകം നടത്തിയിരിക്കുന്നത്. അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് പോലീസ് സേനയെ കാര്യക്ഷമമാക്കാനും ജനങ്ങളുടെ ജീവന് സുരക്ഷിതത്വം നൽകാനും അടിയന്തര നടപടിയാണ് പോലീസ് സ്വീകരിക്കേണ്ടതായിട്ടുള്ളത്. കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന ജനങ്ങൾ, കൃഷിക്ക് വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന കർഷകർ, ഇവരുടെ താല്പര്യത്തെക്കാൾ വലുത് ഒയാസിസ് എന്ന പ്രൈവറ്റ് കമ്പനിക്ക് ഒരു ദിവസം 10 ലക്ഷം ലിറ്റർ വെള്ളം കൊടുക്കാൻ എന്ത് താല്പര്യമാണ് ഗവൺമെൻറ്. അതുകൊണ്ട് CPI അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. കാരണം പ്ലാച്ചിമട സമരത്തിൽ ഏറ്റവും ശക്തമായി നിന്നൊരു പാർട്ടി CPI ആയിരുന്നു. കൊക്കോകോള പൂട്ടി, പെപ്സി കോള പൂട്ടി. കാരണം അവിടെ വെള്ളം കിട്ടില്ല. ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം വളരെ വലുതാണ്. അതുകൊണ്ട് ഗവൺമെൻറ് ഇതിൽ നിന്ന് പിന്വാങ്ങണം. ഇത് ജനങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമാണ്, കർഷകരുടെ താല്പര്യത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് ഭരണമുന്നണിയിലെ ഒരു കക്ഷിയായി CPI പോലും ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഗവൺമെൻറ് അടിയന്തരമായി മന്ത്രിസഭാ തീരുമാനം തിരുത്തുകയാണ് വേണ്ടത്. കുമ്പള ആരിക്കാടി കോട്ടയുടെ കിണറിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള 5 അംഗ സംഘം നിധി കുഴിക്കുവാനെത്തിയ സംഭവത്തിലെ ദുരൂഹത നീങ്ങുന്നില്ല. ഇക്കാലത്തും നിധിയുണ്ടെന്ന് വിശ്വസിക്കുകയും അത് കുഴിച്ചെടുക്കുവാനെത്തുന്നതും ഒരു സിനിമാ കഥ പോലെ തോന്നുമെങ്കിലും 40 ദിവസമായി കോട്ടയെ ചുറ്റിപ്പറ്റി നിധി കുഴിച്ചെടുക്കുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയായിരുന്നുവെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കുമ്പള ആരിക്കാടി കോട്ടയിലെ കിണറിൽ നിധിക്കായി കുഴിച്ചതും വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള 5 അംഗ സംഘം പിടിയിലായതും വലിയ ദുരൂഹതയാണ് ഉയർത്തുന്നത്.
മൊഗ്രാൽപുത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ, മുഹമ്മദ് ഫിറോസ്, മുഹമ്മദ് ജാഫർ, CA അജാസ്, K സഹദുദ്ദീൻ എന്നിവരായിരുന്നു നിധി കുഴിക്കുവാനെത്തിയതിനിടെ കഴിഞ്ഞ ദിവസം കുമ്പള പോലീസിന്റെ പിടിയിലായത്. നിധിവേട്ടയ്ക്ക് പിന്നിൽ പ്രമുഖരുള്ളതായും നിധി കുഴിച്ചെടുക്കുവാൻ 40 ദിവസമായി കോട്ടയെ ചുറ്റിപ്പറ്റി പദ്ധതികൾ ആവിഷ്കരിച്ച് വന്നിരുന്നതായും ഒടുവിലാണ് തിങ്കളാഴ്ച വൈകിട്ട് പദ്ധതി നടത്തുവാനുള്ള സമയം നിശ്ചയിച്ചതെന്നുമാണ് പുറത്തുവരുന്ന വിവരം. 4 പേരാണ് നിധി കുഴിച്ചെടുക്കുവാൻ കോട്ടയ്ക്കകത്തേക്ക് കയറിയത്. ഇതിൽ 2 പേർ കിണറ്റിൽ മൺവെട്ടിയും മറ്റുമായി ഇറങ്ങുകയായിരുന്നു. 2 പേർ പുറത്ത് നിൽക്കുകയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദൂരെ മാറി നിൽക്കുകയായിരുന്നുവെന്നാണ് പറയുന്നത്. ഇതിനിടയിൽ കോട്ടയ്ക്കകത്ത് നിന്നും വലിയ ശബ്ദം കേട്ടതിനെ തുടർന്ന് അതുവഴി പോകുകയായിരുന്ന നാട്ടുകാർ കോട്ടയ്ക്കുള്ളിൽ പരിശോധന നടത്തുകയായിരുന്നു. നാട്ടുകാരെ കണ്ടതോടെ പുറത്തുണ്ടായിരുന്ന 2 പേർ ഓടി രക്ഷപ്പെട്ടു. കിണറ്റിലിറങ്ങിയ 2 പേരെ ചോദ്യം ചെയ്തപ്പോഴാണ് നിധി കുഴിച്ചെടുക്കുവാൻ വന്നതാണെന്ന് വെളിപ്പെടുത്തിയത്. തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയും പോലീസെത്തി മുജീബ് കമ്പാറിനെ അടക്കം പിടികൂടുകയുമായിരുന്നു. പ്രതികൾക്കെതിരെ BNSS 170 വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഈ വകുപ്പ് പ്രകാരം ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്യണമെന്ന ഉദ്ദേശത്തോടുകൂടി സംശയകരമായ രീതിയിൽ കണ്ടവരെ തടയുന്നതിനുള്ള അധികാരം പോലീസിന് നൽകുന്നു. പുരാവസ്തു വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധിച്ച ശേഷം പോലീസിൽ പരാതി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിനുശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് കുമ്പള ഇൻസ്പെക്ടർ വ്യക്തമാക്കി. നിലവിൽ അറസ്റ്റിലായ 5 പേരെയും ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പള ആരിക്കാടി കോട്ടയിലെ നിധിവേട്ട. പിടിയിലായ മൊഗ്രാൽപുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ രാജിവെക്കണമെന്നും സംഭവത്തിൽ പുരാവസ്തു വകുപ്പ് അന്വേഷണം നടത്തണമെന്നും BJP. സംഭവത്തിൽ BJPയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ പ്രകടനത്തിൽ പ്രതിഷേധമിരമ്പി. കുമ്പള ആരിക്കാടി കോട്ടയിലെ കിണറിൽ നിധി കുഴിക്കുവാനെത്തിയതിനിടെ പിടിയിലായ മൊഗ്രാൽപുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJPയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. BJP മൊഗ്രാൽപുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം. ചൌക്കി ജംഗ്ഷനിൽ നിന്നും എത്തിയ പ്രകടനത്തിൽ നിരവധി പേർ അണിനിരന്നു. പഞ്ചായത്തിന് മുന്നിലെത്തിയ പ്രകടനം പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. പഞ്ചായത്തിന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം BJP കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ് ഗുരുപ്രസാദ് പ്രഭു ഉദ്ഘാടനം ചെയ്തു. ധനഞ്ജയൻ മധൂർ, പ്രമീഷ മജൽ, ചന്ദ്രശേഖര, സുകുമാരൻ കുതിരപ്പാടി, ഉമേഷ് കടപ്പുറം എന്നിവർ സംസാരിച്ചു. ഗവൺമെൻറ് സംരക്ഷിക്കപ്പെടുന്ന ഒരു ഏറ്റവും വലിയ കോട്ടയിലെ ഒരു ഹിന്ദു സമൂഹം തന്നെ ഏറ്റവും ആദരണീയമായിട്ടും അതുപോലെ തന്നെ ബഹുമാന്യത്തോടും കൂടി കാണുന്ന നമ്മുടെ ഹനുമാൻ കോട്ടയിൽ കയറി അവിടെ ഇതുപോലെയുള്ള ഒരു അന്ധവിശ്വാസത്തിൻ്റെ പുറകിൽ ഇന്നാരും ഈ 24-ാം നൂറ്റാണ്ടിൽ അങ്ങനെ ഒരു ചിന്തഗതിയിലേക്ക് പോകാത്ത ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ പുറകിൽ വേറെന്തൊക്കെയോ ഉള്ള ഗൂഢമായിട്ടുള്ള ചിന്തകൾ അതിൻ്റെ പുറകിലുണ്ട്. ഇവരുടെ പുറകിൽ ഒരുപാട് യൂത്ത് ലീഗിൻ്റെയും അതുപോലെ തന്നെ ലീഗിൻ്റെയും ഒക്കെ നേതാക്കന്മാരുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. ആളുകളുടെ ഇടയിലുണ്ടായ ഈ ഒരു മനോവിഷമത്തിനെതിരെ അതൊരു കേസായിട്ട് എടുത്തുകൊണ്ട് തന്നെ മുമ്പിലോട്ട് പോകണം. അതിലുപരി ഭരണസമിതിയുടെ ഒരു അംഗം എന്ന രീതിയിൽ ഭരണസമിതിയിൽ നിന്ന് രാജിവെച്ച് പുറത്തു നിന്നുകൊണ്ട് ഇതിൻ്റെ കേസ് നടപടികൾ നേരിടണമെന്നും കൂടി ഈ ഒരു അവസരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പള ആരിക്കാടി കോട്ടയിൽ നിധി കുഴിച്ചെടുക്കുവാൻ എത്തിയതിനിടെ പിടിയിലായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് SDPI രംഗത്ത്. SDPI മൊഗ്രാൽപുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. പ്രതിഷേധത്തിനിടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. കുമ്പള ആരിക്കാടി കോട്ടയിൽ നിധി കുഴിച്ചെടുക്കുവാനെത്തിയതിനിടെ പിടിയിലായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് SDPI പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ചൌക്കി ജംഗ്ഷനിൽ നിന്നുമായിരുന്നു മാർച്ച് ആരംഭിച്ചത്. മാർച്ചിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു.
പ്രവർത്തകരിൽ ചിലർ പോലീസിനെ ഭേദിച്ച് പഞ്ചായത്ത് കോമ്പൗണ്ടിലേക്ക് കടക്കുവാൻ ശ്രമിച്ചതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. കോട്ടയിൽ നിധി കുഴിച്ചെടുക്കുവാനെത്തിയ സംഭവത്തിനിടെ പിടിയിലായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജിവെക്കണമെന്ന് SDPI മണ്ഡലം പ്രസിഡന്റ് സക്കറിയ കുന്നിൽ പറഞ്ഞു. ഇത് ഒരു പഞ്ചായത്തിൻ്റെ ഭരണസമിതിയിലെ മൊഗ്രാപുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റാണ് ഈ ഒരു സംഭവം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ സംഭവം നടന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിഗൂഢത, നേരത്തെ പറഞ്ഞതുപോലെ നിഗൂഢത അട്ടിമറിക്കാൻ സാധ്യതയുണ്ട്. ഈ അട്ടിമറി ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ കൃത്യമായ അന്വേഷണം നടത്തിയിട്ട് അതിൽ ഈ പറഞ്ഞ പോലെ നിധി തേടിയാണോ പോയത്, അല്ലെങ്കിൽ കാസർഗോഡ് മുമ്പ് നടന്ന പല വിഷയങ്ങളുണ്ട്, അതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കൃത്യമായി അന്വേഷിച്ചിട്ട് കണ്ടെത്തേണ്ടതുണ്ട്. പഞ്ചായത്തിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ SDPI ജില്ലാ കമ്മിറ്റി അംഗം ആയിഷത്ത് സഫ്ര ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം ബഷീർ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. ഇബ്രാഹിം ഖലീൽ സ്വാഗതം പറഞ്ഞു. സക്കറിയ കുന്നിൽ, അൻവർ കല്ലങ്കൈ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ക്ഷേത്രങ്ങൾ കുത്തിത്തുറന്ന് കവർച്ച നടത്തുന്നതിൽ കുപ്രസിദ്ധനായ ഗൂഡിനബെള്ളി മുഹമ്മദ് റഫീഖ് അറസ്റ്റിൽ. കാസർഗോഡ് നീർച്ചാൽ മാന്യ അയ്യപ്പ ക്ഷേത്രത്തിലെ കവർച്ചാ കേസിലാണ് ഇയാൾ അറസ്റ്റിലായത്. ബംഗളൂരുവിൽ വിൽപ്പന നടത്തിയ മോഷണ മുതലുകൾ കണ്ടെടുത്തതായി പോലീസ് പറഞ്ഞു. പിടിയിലായ റഫീഖ് ജില്ലയ്ക്കകത്തും പുറത്തുമായി വിവിധ ആരാധനാലയങ്ങളിൽ നടന്ന കവർച്ചാ കേസുകളിൽ പ്രതിയാണ്. കാസർഗോഡ് ജില്ലയിലടക്കം വിവിധ ആരാധനാലയങ്ങളിൽ കവർച്ച നടത്തിയ കുപ്രസിദ്ധ മോഷ്ടാവ് കർണാടക ഗൂഡിനബെള്ളയിലെ റഫീഖ് എന്ന മുഹമ്മദ് റഫീഖ് അറസ്റ്റിൽ. നീർച്ചാൽ മാന്യ അയ്യപ്പ ക്ഷേത്രത്തിലെ കവർച്ചാ കേസിൽ ബദിയടുക്ക പോലീസ് ഇൻസ്പെക്ടർ K സുധീർ കുമാറും സംഘവുമാണ് മുഹമ്മദ് റഫീഖിനെ അറസ്റ്റ് ചെയ്തത്. 2024 നവംബർ 3 രാത്രിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. അയ്യപ്പ ഭജന മന്ദിരത്തിൻ്റെ ഇരുമ്പ് ഗേറ്റ്, ശ്രീകോവിൽ എന്നിവയുടെ പൂട്ടുതകർത്താണ് റഫീഖും സംഘവും അകത്ത് കടന്നത്. അയ്യപ്പൻ്റെ വെള്ളി ഛായാഫലകവും അതിനു മുകളിൽ ചാർത്തിയിരുന്ന 1/2 കിലോഗ്രാം തൂക്കമുള്ള വെള്ളിയിൽ തീർത്ത രുദ്രാക്ഷമാല, 2 ഗ്രാം സ്വർണ്ണ ലോക്കറ്റ് എന്നിവയാണ് കവർച്ച പോയത്. മാന്യ ക്ഷേത്രത്തിൽ കവർച്ച നടന്ന ദിവസം തന്നെ പൊയ്നാച്ചി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ ഓഫീസ് എന്നിവയുടെ പൂട്ട് തകർത്ത് സ്വർണവും 10,000 രൂപ വിലമതിക്കുന്ന DVR-ഉം ഭണ്ഡാരത്തിൽ നിന്നും 5,000 രൂപയും കവർന്നതും റഫീഖിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണെന്ന് പോലീസ് പറഞ്ഞു. മുഹമ്മദ് റഫീഖിൻ്റെ കൂട്ടുപ്രതികളായ ഉള്ളാളിലെ മുഹമ്മദ് ഫൈസൽ, ബണ്ട്വാളിലെ സാദത്ത് അലി, കൊടിയമ്മയിൽ താമസക്കാരനായ ഇബ്രാഹിം കലന്തർ എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ബംഗളൂരുവിൽ വിൽപ്പന നടത്തിയ മോഷണ മുതലുകൾ കണ്ടെടുത്തതായി പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ സർക്കാർ വാഗ്ദാനം നടപ്പിലായില്ല. ആശുപത്രികൾക്കും മരിച്ചവരുടെ ആശ്രിതർക്കും ആംബുലൻസുകൾക്കും പണം നൽകിയില്ല. സർക്കാർ അവഗണനയെ തുടർന്ന് പരിക്കേറ്റവരുടെ തുടർ ചികിത്സയും മുടങ്ങിയിരിക്കുകയാണ്. ഒക്ടോബർ 29 നീലേശ്വരം മഞ്ഞുറ്റമ്പലം വീരർക്കാവ് ക്ഷേത്രത്തിലെ കളിയാട്ടത്തിനിടെ വെടിക്കെട്ട് അപകടമുണ്ടായത്. 6 പേർ അപകടത്തിൽ മരിച്ചു. 148 പേർക്ക് പൊള്ളലേറ്റു. ദുരന്തത്തിന് പിന്നാലെ സർക്കാർ മരിച്ചവരുടെ ആശ്രിതർക്ക് ധനസഹായം പ്രഖ്യാപിക്കുകയും പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ചികിത്സാ ചെലവായി കർണാടകത്തിലെയും കേരളത്തിലെയും ആശുപത്രികളിൽ 3 കോടിയിലേറെ രൂപയാണ് സംസ്ഥാനം നൽകുവാനുള്ളത്. ചികിത്സാ ചെലവിനത്തിലെ ബിൽ കുടിശ്ശിക ലഭ്യമാക്കുവാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രി അധികൃതർ ജില്ലാ കളക്ടർക്ക് തുടർച്ചയായി കത്തയച്ചിട്ടും നടപടിയുണ്ടായില്ല. ഇതിന് പിന്നാലെ ബിൽ കുടിശ്ശിക ലഭിക്കുവാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താനെ ആശുപത്രി അധികൃതർ സമീപിക്കുന്ന അവസ്ഥയുമുണ്ടായി. പിറ്റേ ഗവൺമെൻറ് പ്രഖ്യാപനം വന്നു, ഇതിൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായ പണം മൊത്തം സംസ്ഥാന സർക്കാർ വഹിക്കാം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മിംസിലൊക്കെ ബന്ധപ്പെട്ട് ഈ 50,000 രൂപ തിരിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. കാര്യം പാവപ്പെട്ട തൊഴിലാളികളുടെ നിന്ന് പിരിച്ചാണ്. അപ്പോൾ ഗവൺമെൻറ് നിങ്ങൾക്ക് ആ പണം തരുമെന്ന് പറഞ്ഞു.
ഇപ്പോൾ 2 ദിവസത്തിന് മുമ്പ് എനിക്ക് കർണാടക മംഗലാപുരത്തെ AJ ഹോസ്പിറ്റലിൽ നിന്നൊരു കത്ത് വന്നു. 1,56,80,000 രൂപ കേരള ഗവൺമെൻറ് ഇതുവരെ കൊടുത്തിട്ടില്ല. ആ പണം MP ഇടപെട്ട് വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് അവരുടെ ആവശ്യം. ഇപ്പം AJ മാത്രമല്ല, ഫാദർ മുള്ളേഴ്സ് ഉണ്ട്, അതുപോലെ ഹെഗ്ഡേ ഹോസ്പിറ്റലുണ്ട്, അതുപോലെ കോഴിക്കോട് മിംസ് ഉണ്ട്, കണ്ണൂർ മിംസ് ഉണ്ട്, ബേബി മറൈനുണ്ട്. അപ്പോൾ ഈ ആശുപത്രികൾക്കെല്ലാം ഇതുപോലെ പണം കൊടുത്ത് കാണില്ല. അപ്പോൾ സ്വാഭാവികമായി ആ ആശുപത്രികളും ഇനി രംഗത്ത് വരും. മാത്രമല്ല, പാവങ്ങളുടെ കയ്യിൽ നിന്നാണ് ഇനിഷ്യൽ എക്സ്പെൻസ് അവർ വാങ്ങിച്ചത്. ആ പണം തിരിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ അവരുടെ സ്ഥിതി പരമദയനീയമാണ്. അതുകൊണ്ട് ഗവൺമെൻറ് പറഞ്ഞ വാക്ക് പാലിക്കണം. കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുക്കണം. മംഗളൂരുവിലെ AJ ആശുപത്രിയിൽ മാത്രം 1.56 കോടി രൂപ സർക്കാർ നൽകുവാനുണ്ട്. അപകടത്തിൽ മരിച്ച KV രഞ്ജിത്ത്, പത്മനാഭൻ എന്നിവരുടെ ആശ്രിതർക്കും സർക്കാർ പ്രഖ്യാപിച്ച 4 ലക്ഷം രൂപ ധനസഹായം ലഭിച്ചിട്ടില്ല. ഇതോടൊപ്പം അപകട സമയത്ത് സർവീസ് നടത്തിയ 25 ആംബുലൻസുകൾക്കും പണം ലഭിക്കുവാനുണ്ട്. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. രാഷ്ട്രീയത്തിൻ്റെ മറവിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിലെ ചിലർ നിക്ഷേപക തട്ടിപ്പ് നടത്തുന്നുവെന്നാരോപിച്ച് LDF തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ ഇരകളുടെ സംഗമം നടത്തി. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സംഗമം അഡ്വക്കേറ്റ് C. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ ചിലർ പ്രവാസികളെ ഉൾപ്പെടെ സ്വാധീനിച്ച് ചെറുവത്തൂരിലെയും തൃക്കരിപ്പൂരിലെയും ജ്വല്ലറി ഗ്രൂപ്പുകൾ തൃക്കരിപ്പൂർ ആസ്ഥാനമാക്കി രജിസ്റ്റർ ചെയ്ത കോളേജ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ പേരിൽ നിക്ഷേപം വാങ്ങി നിരവധി പേരെ വഞ്ചിച്ചുവെന്നാരോപിച്ചാണ് LDF നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ഇരകളുടെ സംഗമം നടത്തിയത്. സമ്പത്ത് നഷ്ടപ്പെട്ട ഇരകൾ പണമിടപാടിൽ ഉൾപ്പെട്ട മുസ്ലിം ലീഗ് നേതാക്കൾക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുകയാണെന്ന് LDF ആരോപിച്ചു. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ഇരകളുടെ സംഗമം അഡ്വക്കേറ്റ് C. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. ഈ ഓരോ ഷോപ്പും ഓരോ സ്ഥാപനവും അടച്ചു പോകുന്ന സമയത്ത് നിക്ഷേപകരെ വിളിച്ചുകൂട്ടി അതിന്റെ സാഹചര്യം ഇങ്ങനെയാണ്, നിങ്ങൾ ഇത്ര പണം നൽകുവാൻ ബാക്കിയുണ്ട് എന്ന് കൃത്യമായി നിങ്ങൾ ഒരു മെസ്സേജ് നൽകിയിരുന്നെങ്കിൽ ഇത്ര സങ്കീർണമാകുമായിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ തയ്യാറാവാത്തത്? നിക്ഷേപം വാങ്ങുന്നവര് എന്തുകൊണ്ടാണ് ഉത്തരവാദിത്തം കാണിക്കാത്തത്? നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് രാഷ്ട്രീയ പിന്തുണയുണ്ട്. നിങ്ങൾക്കെതിരെ ആരെങ്കിലും നിങ്ങൾക്കെതിരെ ശബ്ദിച്ചാൽ അവർ രാഷ്ട്രീയമായി നിങ്ങളുടെ അനുയായികളെ കൊണ്ട് അവരെ അടിച്ചിരുത്താൻ കഴിയുമെന്ന വിശ്വാസമാണ് നിങ്ങൾക്ക്. ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു, ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അതിശക്തമായി തന്നെ ഇരകളോടൊപ്പം നിൽക്കും. TV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ VPP മുസ്തഫ, KV ജനാർദ്ദനൻ, M ഗംഗാധരൻ, TV ബാലകൃഷ്ണൻ, C ബാലൻ, AG ബഷീർ, MK ഹാജി, M മനു, E ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. അരി ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ സംസ്ഥാനത്തെ LDF സർക്കാരിൻ്റെ അനാസ്ഥ മൂലം റേഷൻ കടകളിൽ കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ റേഷൻ കടകൾക്ക് മുന്നിൽ ധർണാ സമരം നടത്തി. തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തങ്കയം റേഷൻ കടയ്ക്ക് മുന്നിൽ നടത്തിയ ധർണ UDF കാസർഗോഡ് ജില്ലാ ഏകോപന സമിതി അംഗം K. ശ്രീധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ റേഷൻ വിതരണം സാധാരണ നിലയിലാക്കണമെന്നാവശ്യപ്പെട്ടും അരി ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങളില്ലാതെ സാധാരണക്കാരെ വലയ്ക്കുന്നതിൽ പ്രതിഷേധിച്ചും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ റേഷൻ കടകൾക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ഗോഡൌണുകളിൽ നിന്നും റേഷൻ കടകളിലേക്ക് അരിയും ധാന്യങ്ങളും എത്തിച്ചിരുന്ന കരാറുകാരുടെ സമരം മൂലം ആഴ്ചകളായി റേഷൻ കടകളിൽ അവശ്യ സാധനങ്ങൾ ലഭിച്ചിരുന്നില്ല. അരിക്കുൾപ്പെടെ പൊതുവിപണിയിൽ തീവിലയുള്ളപ്പോൾ റേഷൻ കടകൾ കാലിയായിട്ടും LDF സർക്കാർ കർശന നടപടി കൈക്കൊള്ളാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്ന് തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ തങ്കയം റേഷൻ കടയ്ക്ക് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് UDF കാസർഗോഡ് ജില്ലാ ഏകോപന സമിതി അംഗം K. ശ്രീധരൻ മാസ്റ്റർ ആരോപിച്ചു. മാവേലി സ്റ്റോറുകളിലും ഒരിക്കലും ഞങ്ങൾ വില വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്നവർ എല്ലാ സാധനത്തിനും അടിക്കടി വില വർദ്ധിപ്പിച്ചു എന്ന് മാത്രമല്ല, ആ വർദ്ധിപ്പിച്ചവരേക്കുള്ള സാധനങ്ങൾ പോലും നിങ്ങൾക്ക് ലഭ്യമാകാനാവാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞു മാസങ്ങൾക്ക് മുമ്പ് രാജെന്ന ഈ മേഖലയിലുള്ള മന്ത്രി പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ റേഷൻ ഷാപ്പുകളിലൂടെയും ഞങ്ങൾ എല്ലാവിധ ഭക്ഷ്യധാന്യങ്ങളും എത്തിച്ചു കൊടുക്കും സാധാരണക്കാർക്ക്. തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് M. രജീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി C. രവി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EM. ആനന്ദവല്ലി, K. പത്മനാഭൻ, E. രാജേന്ദ്രൻ, സുനിത രവീന്ദ്രൻ, വൈശാഖ് കുവാരത്ത് എന്നിവർ സംസാരിച്ചു.
ചൊവ്വേരിമുക്കിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് KP ജയദേവൻ, ഷാജി തൈക്കേൽ, പ്രസാദ് ഒളവറ, KNC ഇബ്രാഹിം, K അശോകൻ, UK ഹരീശൻ, പ്രമേഷ് തൈക്കേൽ, TV സുനിൽകുമാർ, P സുരേന്ദ്രൻ, അജിത് തൈക്കേൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. 2 ദിവസങ്ങളിലായി നടന്നുവന്ന തൃക്കരിപ്പൂർ അൽ മുജമ്മ ഉൽ ഇസ്ലാമി 33ാമത് വാർഷികവും 3ാമത് സനദദാന സമ്മേളനവും സമാപിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP അബൂബക്കർ മുസ്ലിയാർ പട്ടുവം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മതവിദ്യാഭ്യാസ, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ 3 പതിറ്റാണ്ടിലധികമായി കർമ്മനിരതമായ തൃക്കരിപ്പൂർ അൽ മുജമ്മ ഉൽ ഇസ്ലാമിയുടെ 33ാമത് വാർഷികവും 3ാമത് സന്നദ്ധാന സമ്മേളനവും സി ഉസ്താദ് ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു. 2 ദിവസങ്ങളിലായി വിവിധ പരിപാടികളോടെയാണ് പൂർത്തീകരിച്ചത്. സമാപന സമ്മേളനം കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP അബൂബക്കർ മുസ്ലിയാർ പട്ടുവം ഉദ്ഘാടനം ചെയ്തു. അൽ മുജമ്മ ഉൽ ഇസ്ലാമി പ്രസിഡന്റ് സയ്യിദ് ത്വയ്ബുൽ ബുഖാരി അധ്യക്ഷത വഹിച്ചു. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം മുഹമ്മദ് അലി സഖാഫി തൃക്കരിപ്പൂർ സന്നദ്ധാന പ്രഭാഷണം നടത്തി. കേരള മുസ്ലിം ജമാഅത്ത് പ്ലാനിംഗ് ചെയർമാൻ കൂറ്റമ്പാറ അബ്ദുൽ റഹ്മാൻ ദാരിമി പ്രഭാഷണം നടത്തി. സ്വാഗത സംഘം കൺവീനർ സ്വാദിഖ് അസ്ഹനി ഇരിങ്ങൽ, സയ്യിദ് ഹസനുൽ ഔദൽ തങ്ങൾ, സയ്യിദ് മുനീറുൽ ഔദൽ, ഷെയ്ഖുൽ ഹദീസ് KC അബൂബക്കർ ഹസ്രത്ത്, അബ്ദുൽ ഖാദർ സഖാഫി കാട്ടിപ്പാറ, മദനീയം ലത്തീഫ് സഖാഫി, റയീസ് മൊയ്നി, അബ്ദുൽ ഹക്കീം സഅദി അൽ മഖർ, പരിയാരം അബ്ദുൽ റഹ്മാൻ മുസ്ലിയാർ, ഡോക്ടർ TP ഹാരിസ് ഹാജി, സയ്യിദ് ജുനൈദുൽ ബുഖാരി മൻഷ, സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി മൾഹർ, സയ്യിദ് ഷെറീറുൽ ബുഖാരി പൊസോട്ട്, അബ്ദുൽ ഖാദർ സഖാഫി മൊഗ്രാൽ, അബ്ദുൽ ഖരീം സഅദി മുട്ടം, ആസാദ് സഖാഫി പട്ടുവം, റഫീഖ് അമാനി തട്ടുമ്മൽ എന്നിവർ സംസാരിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഭാഷാ വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമായി ബാല പാർലമെന്റ്. കൊറഗ സ്പെഷ്യൽ പ്രൊജക്ടിന്റെ ഭാഗമായി കാസർഗോഡ് കുടുംബശ്രീ ജില്ലാ മിഷനാണ് ബാലസഭാ കുട്ടികളുടെ മാതൃകാ പാർലമെന്റ് സംഘടിപ്പിച്ചത്. ജനാധിപത്യ സംവിധാനത്തിൻ്റെ പ്രാധാന്യവും വ്യാപ്തിയും മനസ്സിലാക്കുവാൻ കുട്ടികൾക്ക് അവസരമൊരുക്കുന്നതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച ബാലവാണി മാതൃകാ പാർലമെന്റ് ഭാഷാ വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. ജില്ലയിലെ പ്രാക്തന ഗോത്ര വിഭാഗത്തിൽപ്പെടുന്ന 120 കുട്ടികൾ പങ്കെടുത്ത പരിപാടിയിൽ കന്നഡ, തുളു, മലയാളം, ഇംഗ്ലീഷ് ഭാഷകളിലായാണ് കുട്ടികൾ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. മഞ്ചേശ്വരം MLA AK അഷ്റഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ಭೂಮಸೂದೆ ಎಂದು ಜಾರಿಗೆ ತಂದದ್ದು KR ಗೌರಿಯಮ್ಮ. ನಮ್ಮ ಕೇರಳದ ಮಹಿಳೆಯರ ಇತಿಹಾಸದಲ್ಲಿ ಕೇರಳದಲ್ಲಿ ಈಗಲೂ ಕೂಡ ಮಹಿಳಾ ಮುಖ್ಯಮಂತ್ರಿ ಆಗಲಿಲ್ಲ, ಮಹಿಳಾ ಮುಖ್ಯಮಂತ್ರಿ ಈಗಲೂ ಆಗಲಿಲ್ಲ. ಮಹಿಳಾ ಮುಖ್ಯಮಂತ್ರಿ ಆಗ್ತಿದ್ರೆ KR ಗೌರಿಯಮ್ಮನವರು ಆಗ್ತಾ ಇದ್ರು. ಎಲ್ಲಾದರೂ ಅವರ ಆತ್ಮಕಥೆಗಿದೆ, ಲೈಬ್ರರಿಯಿಂದ ಸಿಗುವುದಾದರೆ KR ಗೌರಿಯಮ್ಮನವರ ಒಂದು ಆತ್ಮಕಥೆಯನ್ನು ಓದಲಿಕ್ಕೆ ಟ್ರೈ ಮಾಡಿ ಅಂತ ಹೇಳ್ತಾ ಇದ್ದಾರೆ. കൊറഗ വിഭാഗത്തിലെ കുട്ടികളുടെ സുരക്ഷിത ഭാവിക്ക് കരുത്തു പകരുന്നതിനായി കാസർഗോഡ് കുടുംബശ്രീ പ്രത്യേകമായി നടപ്പിലാക്കുന്ന ബി ആംബിഷ്യസ് പദ്ധതിയെക്കുറിച്ച് ജില്ലാ മിഷൻ കോർഡിനേറ്റർ TT സുരേന്ദ്രൻ വിശദീകരിച്ചു. CDS ചെയർപേഴ്സൺ ജയശ്രീ അധ്യക്ഷത വഹിച്ചു. ADMC കിഷോർ കുമാർ സ്വാഗതം പറഞ്ഞു. നിർമ്മൽ കുമാർ നേതൃത്വം നൽകിയ കുട്ടിസഭയുടെ സംഘാടനത്തിന് കൊറഗ സ്പെഷ്യൽ പ്രൊജക്ട് കോർഡിനേറ്റർ യദുരാജ്, ഫാത്തിമത്ത് സൗറ എന്നിവർ നേതൃത്വം നൽകി. അബ്ദുല്ലഹിമാനുത്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് യുവതീ യുവാക്കളെ നഗ്നരാക്കി നിർത്തി വീഡിയോകളും ഫോട്ടോകളും ചിത്രീകരിച്ചു ഹണി ട്രാപ്പ് നടത്തുവാൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതി അറസ്റ്റിൽ. കളനാട് മേൽപ്പറമ്പിലെ MA ഇബ്രാഹിം ബാദുഷയെയാണ് മേൽപ്പറമ്പ് പോലീസ് പിടികൂടിയത്. 2024 സെപ്റ്റംബർ 12-നാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. കേസിലെ പരാതിക്കാരനായ യുവാവിനെ ഇബ്രാഹിം ബാദുഷയുൾപ്പെടെയുള്ള 3 പേർ തടഞ്ഞു നിർത്തുകയും ഹെൽമറ്റ് കൊണ്ടും കൈകൊണ്ടും തലയ്ക്കടിച്ചും ഫോൺ വിളിച്ചും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചും ഭീഷണിപ്പെടുത്തിയെന്നാണ് മേൽപ്പറമ്പ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ്. കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി ക്വാർട്ടേഴ്സിൽ താമസക്കാരിയായ യുവതിയുടെ രഹസ്യമൊഴി കോടതി രേഖപ്പെടുത്തിയിരുന്നു. ഈ സമയത്താണ് യുവാവിനെയും തന്നെയും നഗ്നരാക്കി ഒന്നിച്ചു നിർത്തി വീഡിയോ ചിത്രീകരിച്ചുവെന്ന് വ്യക്തമായത്. ഇതിനിടയിൽ മുഖ്യപ്രതിയായ ഇബ്രാഹിം ബാദുഷ ഗൾഫിലേക്ക് കടന്നു. തിങ്കളാഴ്ച വൈകുന്നേരം മടക്കയാത്രയ്ക്കിടയിൽ കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നുമാണ് ഇബ്രാഹിം ബാദുഷയെ മേൽപ്പറമ്പ് പോലീസ് ഇൻസ്പെക്ടർ K സന്തോഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ SI K വേലായുധൻ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
ബേക്കൂർ നൂറുൽ ഹുദ വിമൻസ് ശരീഅത്ത് കോളേജിൽ ഫാളില്ല പഠനം പൂർത്തിയാക്കിയവർക്കുള്ള ഒന്നാം സനദ്ദാന സമ്മേളനം ബുധനാഴ്ച നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉപ്പള ഓബർല ബേക്കൂർ നൂറുൽ ഹുദ വിമൻസ് ശരീഅത്ത് കോളേജിൽ ഫാളില പഠനം പൂർത്തിയാക്കിയവർക്കുള്ള ഒന്നാം സന്നദ്ധാന സമ്മേളനം ജനുവരി 29-ന് ബേക്കൂർ സി പാലസ് കൺവെൻഷൻ സെന്ററിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. CSWC ചെയർമാൻ MT അബ്ദുള്ള മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. AK മഷ്റഫ് MLA മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്നും സമസ്തയുടെയും പോഷക ഘടകങ്ങളുടെയും ജില്ലാ മണ്ഡലം നേതാക്കൾ ചടങ്ങിൽ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ചെയർമാൻ അബ്ദുൽ മജീദ് ദാരിമി, അബൂബക്കർ റോയൽ ബൊള്ളാർ, ഫാറൂൺ അസ്ഹനി, പ്രിൻസിപ്പൽ മുഹമ്മദ് കാസിമി വാണിമേൽ, മുഹമ്മദ് ഹനീഫ് ഗോൾഡ് കിങ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുറുമുജ്ജി ഭജനാ മന്ദിരത്തിന്റെ നവീകരണ പ്രവൃത്തിക്കായി ശ്രീക്ഷേത്ര ധർമ്മസ്ഥലയിൽ നിന്നും സംഭാവന. ധനസഹായം ജനജാഗൃതി വേദി താലൂക്ക് പ്രസിഡന്റ് അഖിലേഷ് നകുമുഖം മന്ദിരത്തിലേക്ക് കൈമാറി. നാരമ്പാടി കുറുമുജ്ജിക്കാട്ടെ ശ്രീ ധർമ്മശാസ്ത്ര ഭജന മന്ദിരത്തിന്റെ നവീകരണ പ്രവൃത്തിക്കായി ശ്രീക്ഷേത്ര ധർമ്മസ്ഥല അനുവദിച്ച 1 ലക്ഷം രൂപയുടെ ധനസഹായം ജനജാഗൃതി വേദി താലൂക്ക് പ്രസിഡന്റ് ಅಖಿಲೇಶ್ ನಗುಮುಗಂ ಶ್ರೀ ಮಂದಿರത്തിലേക്ക് ಕೈಮಾರಿ. ನಾವು ಧರ್ಮಸ್ಥಳ ಗ್ರಾಮಾಭಿವೃದ್ಧಿಯ ಜನಜಾಗೃತಿಯ ತಾಲೂಕು ಅಧ್ಯಕ್ಷ ಆಗಿರುವುದು. ಅದರಿಂದ ಆಚೆಗೆ ಈ ಭಜನಾ ಮಂದಿರದ ಒಬ್ಬ ಸೇವಕ ಎಂಬ ರೀತಿಯಲ್ಲಿ ಯಾವುದೇ ಕಾರ್ಯಕ್ರಮ ಇರಲಿ ಹರಿಶಣ್ಣನ ಜೊತೆ ಅಥವಾ ನಾವು ಬಂದು ಸೇರುವವರು ಇಲ್ಲಿ ಅದರ ಆ ಒಂದು ಸೇರುವವರಿಗೆ ಸಹ ಇಂಥ ಒಂದು ಕಾರ್ಯಕ್ರಮದ ಮೂಲಕ ಈ ಒಂದು 1 ಲಕ್ಷ ಹಸ್ತಾಂತರ ಮಾಡುವಾಗ ನಮಗೂ ಇಲ್ಲಿ ಒಂದು ಸೇವೆ ಮಾಡಲಿಕ್ಕೆ ಒಂದು ಅವಕಾಶ ಸಿಕ್ಕಿತು. ബദിയെടുക്ക സോൺ സൂപ്പർവൈസർ ഗോപാലകൃഷ്ണ, കുമ്പടാജി ഗ്രാമപഞ്ചായത്ത് അംഗം ഹരീഷ് ഗോസാഡ, ജനജാഗൃതി വേദി അംഗം സുധാകര പൊടിപ്പള്ള, ശ്രീ ധർമ്മശാസ്ത്ര സേവാ സമിതി പ്രസിഡന്റ് രാധാകൃഷ്ണ നായർ ഉപ്പങ്കളമൂല, സേവാ സമിതി സെക്രട്ടറി രവീശ കുറുമുജി, ഓണററി പ്രസിഡന്റ് പവിത്രൻ കുറുമുജി, മാതൃസമിതി അംഗം മാധവി കുറുമുജി, സേവാ സമിതിയുടെ അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കമ്പാർ ദേശമംഗലം ശ്രീ കാളിക വിശ്വകർമ്മ ഭജന മന്ദിരം വാർഷികോത്സവവും ശാശ്വത പന്തൽ സമർപ്പണവും ഭക്തിയുടെ നിറവിൽ നടന്നു. ക്ഷേത്രതന്ത്രി മാധവ ആചാര്യയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. കമ്പാർ ദേശമംഗലം ശ്രീ കാളിക വിശ്വകർമ്മ ഭജന മന്ദിരം 43ാമത് വാർഷികോത്സവവും ശാശ്വത പന്തൽ സമർപ്പണവും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. ക്ഷേത്രതന്ത്രി മാധവ ആചാര്യ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മഹാസംസ്ഥാന സരസ്വതി പീഠാധീശ്വര കാളഹസ്തേന്ദ്ര സരസ്വതി പന്തൽ സമർപ്പണം നടത്തി. തുടർന്ന് ಧಾರ್ಮಿಕ ಸಭೆയിൽ ಆಶೀರ್ವಚನവും നൽകി. ಮಕ್ಕಳು ಜಾಸ್ತಿ ಬರಬೇಕು, ನಮ್ಮ ಸಂಖ್ಯೆ ಜಾಸ್ತಿ ಆದಾಗ ಮಾತ್ರ ನಾವು ಸ್ಥಿರವಾಗಿ ಈ ದೇಶಮಂಗಲದ ಭಜನಾ ಮಂದಿರ 200 ವರ್ಷ ಇಲ್ಲೇ ಇರಬೇಕು ಅಂತ ಹೇಳಿದರೆ ನಿಮ್ಮ ಸಂಖ್ಯೆ ಜಾಸ್ತಿ ಇದ್ದಾಗ ಮಾತ್ರ ಅದು ಸಾಧ್ಯ. ಜೊತೆಗೆ ಹಿಂದೂ ಧರ್ಮದೊಟ್ಟಿಗೆ ನಮ್ಮ ಸಮಾಜದ ಒಂದು ಏನು ಸಂಸ್ಕಾರವನ್ನು ಕೂಡ ಮಕ್ಕಳಲ್ಲಿ ಚೆನ್ನಾಗಿ ಬೆಳೆಸಿ ನಿತ್ಯ ಜಪ ಎಲ್ಲ ಮಾಡೋದು ಹೇಳಿಕೊಡಿ. ಸಂಜೆ ಆಗ್ತಿದ್ದಾಗೆ ಜಪ ಮಾಡಲಿ, ಬೆಳಗ್ಗೆ ಎದ್ದು ಏನು ನಿತ್ಯ ಅನುಷ್ಠಾನಗಳುಂಟು ಅದನ್ನು ಮಾಡಿಕೊಂಡು ಶಾಲೆಗೆ ಹೋಗುವಂಥದ್ದು, ಆಫೀಸಿಗೆ ಹೋಗುವಂಥದ್ದು ನೀವು ಮಾಡಿ. ಸಂಸ್ಕಾರ ಇಲ್ಲದೆ ಇದ್ದರೆ ನಾವೆಷ್ಟು ಶಿಕ್ಷಣ ಕೊಟ್ಟರು ಅದು ಏನು ಪ್ರಯೋಜನಕ್ಕೆ ಬರೋದಿಲ್ಲ. ಶಿಕ್ಷಣದೊಟ್ಟಿಗೆ ಸಂಸ್ಕಾರ ಕೊಟ್ಟಾಗ ಮಾತ್ರ ಆ ಮಕ್ಕಳು ನಮ್ಮ ಪರಂಪರೆ ಸನಾತನ ಪದ್ಧತಿ ಉಳಿದು ಬರಲಿಕ್ಕೆ ಸಾಧ್ಯತೆ ಇದೆ. ಆ ದೃಷ್ಟಿಯಲ್ಲಿ ನಮ್ಮ ಮಕ್ಕಳಿಗೆ ಶಿಕ್ಷಣದ ಒಟ್ಟಿಗೆ ಸಂಸ್ಕಾರವನ್ನು ಕೊಡಿ. ഭജന മന്ദിരം പ്രസിഡന്റ് നരേന്ദ്ര ആചാര്യ ദേശമംഗലം അധ്യക്ഷത വഹിച്ചു. ഹിന്ദു ഐക്യവേദി പ്രധാന കാര്യദർശി രാജൻ മുളിയാർ ധാർമ്മിക ഉപന്യാസം നടത്തി. രവീന്ദ്ര ആൾവ കമ്പാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പ്രഭാകര ആചാര്യ കോട്ടേക്കാർ, ശ്രീധര ആചാര്യ, യദുനന്ദ ആചാര്യ ബംഗ്രമഞ്ചേശ്വരം, സുബ്രഹ്മണ്യ കാരന്ത ദേശമംഗലം, ശ്രീധര നടുഹിത്തിലു, കൃഷ്ണൻ മജൽ എന്നിവർ സംസാരിച്ചു. ലോകേഷ് ആചാര്യ MP നിരൂപണം നടത്തി. ജഗദീഷ് ആചാര്യ കമ്പാർ സ്വാഗതവും നാരായണ ആചാർ കമ്പാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അച്ചാനൂർ ഗ്രാമപഞ്ചായത്ത് 2025-26 വർഷത്തെ വികസന സെമിനാർ നടന്നു. വെള്ളിക്കുന്നത്ത് ദുർഗാപ്രസാദം ഓഡിറ്റോറിയത്തിലാണ് വികസന സെമിനാർ നടന്നത്.
14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി 2025-26 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ പ്രവർത്തനങ്ങൾ നടന്നുവരുന്ന അജാനൂർ ഗ്രാമപഞ്ചായത്തിൽ സുസ്ഥിര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് സമഗ്ര മേഖലാ വികസനത്തിലൂന്നിയുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. കാലാനുസൃതമായി പദ്ധതികൾ പരിഷ്കരിക്കാനും നൂതന പദ്ധതികൾ ആവിഷ്കരിക്കാനും നിരന്തര ചർച്ചകളും നിർദ്ദേശങ്ങളും അത്യാവശ്യമാണ്. ഇതിന്റെ ഭാഗമായി വെള്ളിക്കുന്നത്ത് ദുർഗാപ്രസാദം ഓഡിറ്റോറിയത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. തൃശൂർ സെന്റർ ഫോർ SDGയിലെ റിസർച്ച് അസോസിയേറ്റും കില കോർഡിനേറ്ററുമായ KU സുകന്യ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K മീന കരട് രേഖ അവതരണം നടത്തി. K കൃഷ്ണൻ മാസ്റ്റർ, ഷീബ ഉമ്മർ, A ദാമോദരൻ, MG പുഷ്പ, ലക്ഷ്മി തമ്പാൻ, M കണ്ണൻ നായർ, മൂലക്കണ്ടം പ്രഭാകരൻ, A തമ്പാൻ, PV ബാലകൃഷ്ണൻ, ഹമീദ് ചേരക്കാടത്ത്, പ്രദീപൻ മാവുങ്കാൽ, KC മുഹമ്മദ് കുഞ്ഞി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗ്രൂപ്പ് ചർച്ചയും പദ്ധതികളുടെ ക്രോഡീകരണവും നടന്നു. അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സബീഷ് സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി T ഷൈജു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അമ്പലത്തറ മീങ്ങോത്ത് അഖിലേന്ത്യാ ഇൻവിറ്റേഷൻ വോളിബോൾ ടൂർണമെന്റ് 29 മുതൽ ഫെബ്രുവരി 2 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. പാം മീങ്ങോത്തിന്റെ ആഭിമുഖ്യത്തിൽ സാജൻ മെമ്മോറിയൽ അഖിലേന്ത്യാ ഇൻവിറ്റേഷൻ വോളിബോൾ ടൂർണമെന്റ് ജനുവരി 29 മുതൽ ഫെബ്രുവരി 2 വരെ തീയതികളിൽ അമ്പലത്തറ മീങ്ങോത്ത് പ്രത്യേകം തയ്യാറാക്കിയ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 29-ന് മുൻ ഇന്ത്യൻ വോളിബോൾ ക്യാപ്റ്റൻ ജോബി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ അബ്ദുൽ മജീദ് അമ്പലത്തറ അധ്യക്ഷത വഹിക്കും. ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് KV കുഞ്ഞിരാമൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. തുടർന്ന് ആദ്യകാല വോളിബോൾ താരങ്ങളെ ആദരിക്കും. ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കും. KCB തിരുവനന്തപുരം, കസ്റ്റംസ്, ഇന്ത്യൻ ആർമി, കർണാടക, തമിഴ്നാട് സംസ്ഥാന താരങ്ങൾ, യൂണിവേഴ്സിറ്റി താരങ്ങൾ തുടങ്ങി പ്രധാന ഡിപ്പാർട്ട്മെന്റുകളിലെ കളിക്കാർ ഉൾപ്പെടെ ഇന്ത്യയിലെ തന്നെ മികച്ച താരങ്ങളാണ് പ്രശസ്തമായ 6 ടീമുകൾക്ക് വേണ്ടി കളിക്കളത്തിലിറങ്ങുക. 5 ദിവസം നടക്കുന്ന കായിക മാമാങ്കത്തിന് മാറ്റുകൂട്ടാൻ വോളിബോളിന്റെ നാടായ അമ്പലത്തറ മീങ്ങൂത്ത് വൻ ഒരുക്കങ്ങളാണ് സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നത്. കാണികൾക്കിരിക്കാൻ ഗ്യാലറികൾ, വാഹന പാർക്കിംഗിനും തുടങ്ങി വിപുലമായ സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സൌജന്യ നിരക്കിലാണ് പ്രവേശനം. ഫെബ്രുവരി 2-ന് അമ്പലത്തറ സർക്കിൾ ഇൻസ്പെക്ടർ P ദാമോദരൻ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ മജീദ് അമ്പലത്തറ, വർക്കിംഗ് ചെയർമാൻ മനോജ് അമ്പലത്തറ, കൺവീനർ MK സുനിൽ, വൈസ് ചെയർമാൻ കുഞ്ഞിരാമൻ അരീക്കര, പബ്ലിസിറ്റി ചെയർമാൻ രാജേന്ദ്രൻ മീങ്ങൂത്ത, മീഡിയ കമ്മിറ്റി ചെയർമാൻ പ്രസാദ് കാനത്തിൽ, കൺവീനർ ബാബു കോട്ടപ്പാറ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. DSSന്റെ നേതൃത്വത്തിൽ ഗോത്ര മഹോത്സവം സംഘടിപ്പിച്ചു. ഗോത്രകലകൾ ശ്രദ്ധേയമായി. റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ചാണ് DSS കേരള ഗോത്ര മഹോത്സവം സംഘടിപ്പിച്ചത്. യോഗത്തിന് മുന്നോടിയായി കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിൽ നിന്നും സമ്മേളന നഗരിയിലേക്ക് നടന്ന ജയ് ഭീം റാലിയിൽ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് അണിനിരുന്നത്. അണ്ണാ DHRM പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സജി കൊല്ലം ഉദ്ഘാടനം ചെയ്തു. DSS കേരള സംസ്ഥാന ചെയർപേഴ്സൺ രേഷ്മ കരുവേടകം അധ്യക്ഷത വഹിച്ചു. നിർധനരായ കുട്ടികൾക്ക് നൽകിവരുന്ന ബാബാ സാഹിബ് അംബേദ്കർ സ്കോളർഷിപ്പ് വിതരണം DHRM കേരള സംസ്ഥാന ചെയർപേഴ്സൺ അശ്വതി ബാബു നിർവഹിച്ചു. വിവിധ ദളിത് നേതാക്കളായ സജി K ചേരമൻ, ജിൻഷു, മാരിയപ്പൻ നീലിപ്പാറ, അനീസ്യ, സഞ്ജീവൻ പുളിക്കൂർ തുടങ്ങിയവർ സംസാരിച്ചു. DSS കേരള ജോയിന്റ് സെക്രട്ടറി രമേശ് അരിങ്കൽ സ്വാഗതവും സംസ്ഥാന ട്രഷറർ രമണി സുന്ദരൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് കാസർഗോഡിന്റെ തനത് കലകളായ മംഗലം കളിയും കൊറക നൃത്തവും മാധവൻ കൊട്ടോടി നയിച്ച കുമർ ഫോക്ക് ബാൻഡിന്റെ നാടൻ പാട്ടും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നെന്മാറയിലെ ഇരട്ടക്കൊലപാതക കേസിന്റെ യഥാർത്ഥ ഉത്തരവാദികൾ പോലീസും സർക്കാരുമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അനാഥരായ കുട്ടികളെ സർക്കാർ ദത്തെടുക്കണമെന്നും ചെന്നിത്തല. കുമ്പള ആരിക്കാടി കോട്ടയിലെ നിധിവേട്ട. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJPയുടെ പ്രതിഷേധം. പുരാവസ്തു വകുപ്പ് അന്വേഷണം നടത്തണമെന്നും ആവശ്യം. ആരിക്കാടി കോട്ടയിലെ നിധിവേട്ട. മുജീബ് കമ്പ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് SDPI രംഗത്ത്. പ്രതിഷേധ മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. ക്ഷേത്രങ്ങൾ കുത്തിത്തുറന്ന് കവർച്ച നടത്തുന്നതിൽ കുപ്രസിദ്ധനായ ഗൂഡിനബെള്ളി മുഹമ്മദ് റഫീഖ് അറസ്റ്റിൽ. നീർച്ചാൽ മാന്യ അയ്യപ്പ ക്ഷേത്രത്തിലെ കവർച്ചാ കേസിലാണ് അറസ്റ്റ്. നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ സർക്കാർ വാഗ്ദാനം നടപ്പിലായില്ല. ആശുപത്രികൾക്കും മരിച്ചവരുടെ ആശ്രിതർക്കും ആംബുലൻസുകൾക്കും പണം നൽകിയില്ല.
നിക്ഷേപക തട്ടിപ്പെന്നാരോപിച്ച് LDF തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി ഇരകളുടെ സംഗമം നടത്തി. അഡ്വക്കേറ്റ് സി ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.